ഇന്ന് ഒരു സോളോ ട്രിപ്പ്. എനിക്ക് ലോൺലിനെസ് തോന്നുന്നു ഗൈസ്. ഐ വുഡ് ലൈക്ക് ടു നമുക്ക് വിളിച്ചിട്ട് ഐ വുഡ് ലൈക്ക് ടു ഓർഡർ 1 തന്തൂരി ചിക്കൻ. ഈ ഒരു കുഞ്ഞ് ലൈറ്റ് അവിടെ, ആ ലൈറ്റ് ആണെങ്കിൽ പ്രയോഗത്തിനെ പോലെ മിന്നുന്നു കിടന്നു. ഞാൻ എന്ത് ചെയ്യും? ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിന്റെ സ്പെഷ്യാലിറ്റി എന്താ അറിയോ? ഇന്ന് ഒരു സോളോ ട്രിപ്പ് അല്ല, സോളോ ട്രാവൽ. അങ്ങനെ പറയാനെ പറ്റി കുട്ടിക്ക് വിഷമമുണ്ടോ? എന്തിന് പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് പോയിട്ട് ഒറ്റയ്ക്ക് വിടുന്നതിനെ പേടിയുണ്ടെന്ന് അമ്മയ്ക്കല്ല, എനിക്ക് കുഴപ്പമില്ല, ഒറ്റയ്ക്ക് പോയി പഠിക്കട്ടെ. എവിടെ അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ ഇതില്ല. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോണേ. നമുക്ക് യൂട്യൂബിന്റെ ഒരു ഫാൻ ഫെസ്റ്റ് ഇവന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, അവിടെ കുറച്ചിങ്ങനെ പരിപാടികളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അവരതിനു വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ എന്റെ മാനേജറെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഇൻവൈറ്റ് ചെയ്തപ്പോ നമ്മൾ പോവാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഞാൻ വിചാരിച്ച് ഒറ്റയ്ക്ക് പോവാം, ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, നമുക്കൊരു ഡിഫറെന്റ് ഫീൽ വന്നാലോ. അപ്പോ നമ്മളിപ്പോ എയർപോർട്ടിലോട്ട് പോവാ. എയർപോർട്ടിൽ നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത് 11 മണിക്കാണ്. 9:30 ഫ്ലൈറ്റ് എന്നും പറഞ്ഞു ഒരാൾ എന്നെ രാവിലെ എണീപ്പിച്ച് റെഡിയാക്കി കൊണ്ട്. ഇവരോട് അങ്ങനെ പറഞ്ഞാലേ ഇവര് 11 മണിക്കെങ്കിലും അവിടെ എത്തും. ഇവരോട് കുറച്ച് സമയം പറയാൻ പറ്റൂല, പക്ഷെ എന്താ പറഞ്ഞാലും വിശ്വസിക്കും കേട്ടോ, അത് നല്ലത്. അന്നുകുട്ടിക്ക് തൊണ്ട വയ്യ, ഭയങ്കര മഴ ആട്ടോ അവിടെ, നല്ല ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കാം. എനിക്കാണെങ്കിൽ ചെറിയ തൊണ്ടയിൽ കിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് എന്റെ സോളോ എക്സ്പീരിയൻസ് എങ്ങനെയാന്ന് പറയാം. ലഗേജ് പോലും തുറക്കാൻ പറ്റുന്നത് ഞാനാണ്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പോണേ. ഞാൻ മുമ്പ് പോയിട്ടുള്ളത് ഉണ്ണി ഞാനുമായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പിന്നെ കല്യാണത്തിന് മുമ്പ് പിന്നെ എനിക്ക് ഇത്രയോട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ മൊത്തം കോൺഫിഡൻസ് പോയിട്ടാ. ഇപ്പൊ ഞാൻ എന്നെ കുട്ടി ഇങ്ങനെ അല്ല, തലയിലിട്ടതല്ല, എന്നെപ്പറ്റി എന്നെ ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കുന്ന കണ്ട സങ്കടം ഉണ്ടാ ഞാൻ പോണേന്. മാറിക്കണേ. അപ്പോൾ എനിക്കാണ് ഒറ്റയ്ക്ക് ഹോട്ടലില് കാര്യം ഓർക്കുമ്പോ എനിക്ക് പേടിയുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. എനിക്ക് മുമ്പില്ലായിരുന്നു കേട്ടോ, കല്യാണത്തിന് മുമ്പ് ഒറ്റയ്ക്കായിരുന്നു തന്നെ. പക്ഷെ ഒരിടയ്ക്ക് ഉണ്ണിക്കുട്ടന് പനി വന്നു. അവന് പനി വന്നപ്പോഴേക്കും അവനിങ്ങനെ രാത്രി കാറിയിട്ട് ചേച്ചി ഞാൻ മരിച്ചു പോവോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചിരിക്കും, പിന്നെ കരയും. അവന് എന്താ പറ്റിയതാ? പനി കൂടിയിട്ട് ഇതാവുമല്ലോ. പനി കൂടിയിട്ട് അവന് ഭയങ്കര സ്റ്റേബിൾ അല്ലാതായി. അവന് ചുറ്റുപാടുകൾ അറിയാതാവല്ലോ നമ്മുടെ. എന്നിട്ട് അങ്ങനെയൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിക്കും, ചേച്ചി ഉമ്മ തരട്ടെ, എന്നെ വിട്ടു പോവല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് പെട്ടെന്ന് കണ്ടോണ്ടിരിക്കുന്ന ആളങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പേടിയായി പോയി. അതെന്തിനാ പേടിച്ചേന്ന് ഞാൻ പനി കൂടിയിട്ടാന്ന് എനിക്ക് അറിയാം, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പേടിയായി. അതിനുശേഷം എനിക്ക് ഒറ്റക്കിടക്കാൻ പേടിയായി. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ സിംഹത്തിനെയും പുലിനെയും പ്രേതങ്ങളെയൊക്കെ കാണാൻ തുടങ്ങും. കണ്ണടച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ട്. ഞാൻ വിചാരിച്ചാൽ അതിൽ നിന്ന് നമുക്ക് സെറ്റ് ആവണം വിചാരിച്ചിട്ട് ഞാൻ ലൈറ്റ് ഇട്ട് കിടന്നുറങ്ങാന്ന് വിചാരിക്കണേ. ഞാൻ എക്സ്പീരിയൻസ് ഫുൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്താറായി. വേൾഡ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവർഡ് ബൈ സോളാർ എനർജി. അനുകുട്ടീനെ ഒന്നുകൂടി ചോദിക്കാം, സങ്കടമുണ്ടോ? ഞാൻ വരട്ടോന്ന് വെച്ചിട്ട് കൊണ്ടുപോകാതെ പോവാ. പോയി കഴിവ് തെളിയിക്കണം. ഐ ഡി കാർഡ് ഇതിനകത്തുണ്ട്. ഐ ഡി കാർഡ് എന്താ ഐ ഡി കാർഡ് ഉണ്ട്, മറ്റേ വേറെ ഇല്ല. അതാണ് അതാ അപ്പൊ ഞാൻ എൻ്റെ ഫസ്റ്റ് എവർ സോളോ ട്രിപ്പ് പോകാനുള്ള തയ്യാറെടുപ്പ്. ഞാൻ ഇങ്ങനെ വിഷമമായിട്ട് എനിക്ക് ഇങ്ങനെ നെഞ്ചിലും കണ്ണൊക്കെ ഇങ്ങനെ നിറയാനായിട്ട് തുടങ്ങി. ഇത് ഞാൻ ഉന്തിക്കൊണ്ട് പോകാൻ അതിനെക്കാട്ടിലും രസമായിരുന്നു. ആ നിൽക്കുന്ന തലയിൽ കിട്ടിയിരിക്കണ ആൾ എന്നെ ചിരിക്കായിരുന്നു. ഞാൻ അത് ഉന്തിക്കൊണ്ട് പോകാനായിട്ട് എനിക്ക് ബാലൻസ് തെറ്റി ഞാൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഉരുട്ടി ഇടിക്കുമായിരുന്നു. പിന്നെ അകത്ത് ചെന്നപ്പോഴേക്കും നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ എവിടെയാണ് പോയി നിൽക്കേണ്ടതെന്ന് തന്നെ എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. നമ്മുടെ ചെക്കിങ് അങ്ങനെ കഴിഞ്ഞു.
ഞാൻ അന്നക്കുട്ടിയുടെ ഹെഡ്സെറ്റ് എടുത്തിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതിപ്പോൾ ഇച്ചിരി എൻ്റെ ഹെഡ്സെറ്റ് പോലെയല്ല, കുറച്ചുകൂടി വെളിയിലുള്ളത് കേൾക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാനിവിടെ വന്നപ്പോഴല്ലോ നമ്മുടെ യൂട്യൂബിലൊക്കെ ഉള്ളൊരു കുട്ടീനെ കണ്ടു, നേഹ എന്ന് കണ്ടു. ആ കുട്ടി ആ പ്രോഗ്രാമിന് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഏത് ഹോട്ടലാണ് എവിടെയാണെന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. പിന്നെ വേറെ കുറേ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയണ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് പേരോട് ചോദിച്ചു. ഇതാണ് ഞാനത്തെ ബാഗ്. ഇതിൻ്റെ ഡ്രസ്സ് ഇത്രയും വെച്ചിട്ടില്ലാത്ത ബാഗാണ്. നമുക്ക് ഈ ബാഗിനകത്തുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അകത്ത് കയറിയിട്ട് ഞാൻ പറയാത്ത വിശേഷങ്ങൾ. അങ്ങനെ നമ്മുടെ ബോർഡിങ് കഴിഞ്ഞു. ബോർഡിങ് എന്നാണ് പറയുന്നത്, സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ഇനി ബോർഡിങ് അപ്പോൾ ഇറങ്ങി കാണുന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ ഞാൻ മാറി നിന്നു. ഫോറിന് വേണ്ടിയിട്ടുള്ള ഗേറ്റിലാണ്. അവിടെ ആൾക്കാർ വന്ന് നിൽക്കുമ്പോഴേക്കും നമുക്ക് ചെല്ലാം. നമ്മുടെ ഗേറ്റ് നമ്പർ അല്ല, സീറ്റ് 3A എന്ന് പറഞ്ഞിട്ടുള്ള സീറ്റാണ് കേട്ടോ. ഞാൻ വരയ്ക്കണം എന്തിനാണോ, പക്ഷേ ഉണ്ടല്ലോ എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കിരുന്നാണെങ്കിൽ ഉണ്ടല്ലോ എക്സ്ട്രാ ചെക്കിങ് ആയിരുന്നു. സാധാരണ ഞങ്ങൾ വരുമ്പോഴേക്കും ഇത്ര ചെക്കിങ് ഇല്ല. ഇതിപ്പോൾ ഭയങ്കര ചെക്കിങ്. ഇങ്ങനെ ഈ നമ്മുടെ ബോർഡിങ് ടിക്കറ്റിൻ്റെ പേരും നമ്പറൊക്കെ എഴുതി വെക്കണം അവിടെ. സാധാരണ അല്ലാതെ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും എഴുതി വെക്കലില്ലല്ലോ. എല്ലാവരുടെയും ബോർഡിങ് നമ്പറൊക്കെ എഴുതി വെച്ച്. പിന്നെ നമ്മളിങ്ങനെ പ്രയോറിറ്റി ആയിട്ട് പോണ വഴിയുണ്ടല്ലോ, പ്രയോറിറ്റി ആയിട്ട് പോണ വഴി കൂടെ എല്ലാവരും കയറ്റി വിടുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടി പോവാൻ തോന്നുന്നു. ഇന്ന് വെനസ്ഡേ അല്ലേ, എല്ലാവരും കൂടെ എവിടെയാണോ പോകുന്നത്? സൂര്യലക്ഷ്മി എന്നെ കണ്ടപ്പോഴേ ഇങ്ങനെ ഓടി വരിക. ബാഗ് ഇവിടെ തന്നെ വെച്ചു. ആദ്യം ഞാൻ അതിന്റെ മണ്ട കേട്ടി, പിന്നെ രണ്ടാമത് പിന്നെ ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. ഇല്ല പിന്നെ ഞാൻ ഞങ്ങൾ മറന്നു പോയാലാ. അങ്ങനെ നമ്മള് മുംബൈ എയർപോർട്ടിലെത്തി. ഞാൻ എന്റെ ഹെഡ്സെറ്റ് ഒക്കെ ഒന്നിട്ട് മാറ്റിക്കോട്ടെ. ചെവിയില് ഹെഡ്സെറ്റ് വെച്ചിരുന്നിട്ട് ഒരു മുളക്കം മാത്രമേ ഉള്ളൂ. ഇത്ര നേരം വെച്ചാലേ കുറച്ചു നേരം ചെവി ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. ഓ ഈ പണ്ടാടെ ബാഗാണെങ്കിൽ ഇരിക്കത്തില്ല. ഇങ്ങനെ എന്റെ ലഗേജ് വന്നോന്നുള്ളത് നോക്കണം. ഫ്ലൈറ്റ് അത്യാവശ്യം സ്മൂത്ത് ഫ്ലൈറ്റ് ആയിരുന്നു, പക്ഷെ എനിക്ക് ഇരിക്കുമ്പോ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. മറ്റേത് ഞാൻ ഇങ്ങനെ കാലൊക്കെ കയറ്റി വെച്ച് അങ്ങനെ രസിച്ചായിരുന്നു ഇരുന്നോണ്ടിരുന്നത്. പക്ഷെ ഇതിപ്പോ എനിക്ക് അങ്ങനെ രസിച്ചിരിക്കാൻ പറ്റിയില്ല. അപ്പൊ എനിക്കിങ്ങനെ രസിച്ചങ്ങോട്ട് ഇരിക്കാൻ പറ്റിയിരുന്നില്ല. കാലൊക്കെ അതുകൊണ്ട് വേദന എടുക്കുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ എയർപോർട്ടിൽ നമ്മുടെ ഫ്ലൈറ്റ് നമ്മുടെ ഹോട്ടലിലോട്ട്. നമ്മുടെ ലഗേജ് ഒക്കെ വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. നമ്മുടെ വേറെ സബ്സ്ക്രൈബറെ കണ്ടു ഞാൻ. ആളെന്നോട് വന്ന് സംസാരിച്ചു. എനിക്കാണെങ്കിൽ ഇങ്ങനെ കുറെ നേരം മിണ്ടായിരുന്നിട്ട് ശബ്ദം വരണില്ല സംസാരിച്ചിട്ട്. അവരെന്ത് വിചാരിക്കുന്നത് പറഞ്ഞത്. കുറെ നേരം മിണ്ടായിരുന്നിട്ടെ. ഈ ഡ്രസ്സ് എനിക്ക് ചേരുണ്ട് തോന്നുന്നു അല്ലേ? കളറ് ഡ്രസ്സല്ലേ കളറ്. നമ്മുടെ എവിടെയാണ് വരണ്ടേന്നുള്ളത് തന്നെ എനിക്ക് ഐഡിയ ഇല്ല. ഇൻഡിഗോ 6C നോക്കട്ടെ, എന്റെ ടിക്കറ്റ് നോക്കട്ടെ. ഇവിടെ തന്നെയാണോ എന്റെ ലഗേജ്? 6C 662 ഇതല്ലല്ലോ ഈശ്വരപ്പ. അപ്പുറത്തെങ്ങാണ്ട് വന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കട്ടെ. എന്നിട്ട് ഞാൻ ലഗേജൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഞാൻ ഊബറും ബുക്ക് ചെയ്തിട്ട് ക്യാബിൽ വെച്ച് നമുക്ക് കാണാവേ. അപ്പൊ നമ്മുടെ ബാഗ് കിട്ടി. ഞാൻ ബാഗ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കള്ളാലേ. ഓക്കെ, അപ്പോൾ ഞാൻ ബാഗൊക്കെ സെറ്റ് ചെയ്ത് ഊബർ ബുക്ക് ചെയ്യണം. ഇവിടെയാണെങ്കിൽ ഊബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സ്ഥലത്തൊക്കെ പോയി നിൽക്കണമെന്നേ. അതാണ് സീന്. എന്തായാലും നോക്കട്ടെ. ഇവിടുന്ന് പക്ഷേ എനിക്ക് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് കുറച്ച് ദൂരമുണ്ട്. ഞാൻ വിചാരിച്ച് പ്രോഗ്രാമിന് പോകുമ്പോൾ ഇത്ര ലേറ്റായി പോയാലും പ്രശ്നമില്ല, അതൊരു ഇവൻ്റാണ്, പിന്നെ അതിന് പ്രശ്നമില്ല. പക്ഷേ എനിക്ക് തിരിച്ചു വരുമ്പോഴേക്കും എയർപോർട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്തുള്ളത് എടുത്തത്. അതാവുമ്പോൾ നേരെ എനിക്ക് അങ്ങ് പോകാമല്ലോ എന്ന് ഓർത്ത്. അല്ലെങ്കിൽ എയർപോർട്ടിലോട്ട് ലേറ്റായി കഴിഞ്ഞാൽ പണി പാടത്തില്ലേ. നമ്മുടെ ഇവൻ്റ് സ്ഥലത്തൊക്കെ പോകാൻ പിന്നെ അത്ര പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ഹോട്ടൽ റൂമിലോട്ട്. പക്ഷെ ഇത് എന്തൊരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒന്ന് കൂടെ പറഞ്ഞു വിടും, ഒന്നുമില്ല.
അങ്ങനെ ഒരു കീ തന്നിട്ട് എന്താണ് ഹോട്ടലിൽ നേരെ പോയി കഴിഞ്ഞാൽ ലിഫ്റ്റ് ഉണ്ട്. സോ സാരി തന്നെയാണോ ദൈവത്തിനറിയാം. എൻ്റെ കൂടെ ഞാൻ ഈ ബാഗ് പോലും ഞാൻ ചുമന്നോട്ട് നടക്കണം. 417 ഇടാൻ പോകണം. ഇതാണെന്ന് തോന്നുന്നു 417. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂം. ക്യൂട്ടൂസ. അയ്യോ ഇതാദ്യം അകത്തോട്ട് കയറ്റിയിട്ട് റൂം ടൂർ കാണിക്കാം. ചെറിയൊരു ഹോട്ടലാണെങ്കിൽ വരെ ആൾക്കാർ കൊണ്ടുവരാനായിട്ട് വരും. ഇതെന്തും എന്തായാലും റൂമുള്ള. ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ സൂപ്പറാണല്ലോ. വാതിലടച്ച് ഓക്കെ. ഇതിട്ടാ തുറക്കത്തില്ലല്ലേ. ഇതൊക്കെ എന്തുവാ? ഓക്കെ ഫുൾ ഓഫ് ലൈറ്റ്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. ഞാൻ 2 ഗ്ലാസ് ഹെയർ ഡ്രയർ ഉണ്ട്. ഭാഗ്യമായി. ഇതെന്തൊരു ചെറിയ ഷവറാണ്. ഷവറും ഇതും വേറെ വേറെ സ്ഥലത്താട്ടോ. അത് നന്നായി. ഒരു ഫോണൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫോൺ വിളിച്ചോണ്ട് അപ്പിടായിരിക്കും. അയ്യോ അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തി. എനിക്ക് ലോൺലിനെസ് തോന്നണ ഗൈസ്. ലോൺലി ആയിട്ട് തോന്നണം. നോക്കട്ടെ എവിടെ എൻ്റെ ഹെഡ്സെറ്റ് എവിടെ. ഇനി ഞാൻ എന്തെങ്കിലും സാധനം മിസ്സാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. എവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കളയാന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. നോക്കട്ടെ. അതിന് മുന്നേ ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ ഇതിനകത്ത്. പക്ഷേ റൂം കൊള്ളാം കേട്ടോ. റോഡ് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര ബഹളം ഉണ്ടാവും അറിയില്ല. എനിക്കാണെങ്കിൽ ചെറിയ ശബ്ദം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞെട്ടിയിരിക്കും. പക്ഷെ മൊത്തത്തിൽ സെറ്റപ്പ് കൊള്ളാം. ലൈക്ക് ഇറ്റ്സ്. ലോക്കർ ഉണ്ട്, വയ്ക്കാനുള്ള സാധനം ഉണ്ട്, ഒരു ക്യൂട്ടൂസ കുഞ്ഞ് ബെഡ് ഉണ്ട്. എനിക്ക് ഇച്ചിരി വലിയ ബെഡ് വേണമായിരുന്നു. ഇത് ക്യൂൻ ബെഡ് ഇതാണോ? ഇത് കണ്ടിട്ട് ഡബിൾ പോലെ ഉണ്ടല്ലോ. എനിക്ക് ക്യൂവിനാണല്ലോ ഞാൻ സെലക്ട് ചെയ്തത്. ഇതെന്തിനാണിത്? മഴേ നിറച്ചും പൊടിയുണ്ട്. എന്താണെങ്കിലും ടി വിയുടെ മേളിൽ ചിലപ്പോൾ ഡിസൈൻ ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സംഗതി ഉണ്ട്. നോക്ക്, സോ ക്യൂട്ട് അല്ലേ. പക്ഷേ ലാപ്ടോപ്പ് കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്തിരുന്നേനെ. എഡിറ്റ് ചെയ്യാൻ പറ്റണ പോലത്തെ ഒരു സ്പോട്ട് ഇങ്ങനെ ഇരുന്നൊക്കെ ചെയ്യാൻ പറ്റണ പോലെ നമുക്ക് പറ്റാണ്ട് ലൈവ് പോകാം കേട്ടോ. ഞാൻ വിചാരിക്കണം ഇവിടെ വെച്ച് 1-2 വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. ഫോണാണോ ഉള്ളൂ, ഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാമെന്ന്. ഇത് നമുക്കൊന്ന് സെറ്റിലാവാം അല്ലേ. ലോൺലിനെസ്. ഇവിടേക്ക് ഫുഡ് ഓർഡർ ചെയ്തേക്കും. എനിക്ക് നല്ല വിശക്കുണ്ട്. എനിക്ക് ഇനി താഴെ പോകാൻ. അതോ താഴെ പോയി കഴിക്കണം. ഒറ്റയ്ക്കിത് കഴിക്കണ്ടേ താഴെ പോയി കഴിഞ്ഞാൽ. ഇവിടെ ഒറ്റയ്ക്കിത് കഴിക്കണം. പക്ഷെ എന്നാലും ഇവിടെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന കഴിക്കാമല്ലോ. ശബ്ദമൊന്നും ഇല്ലാതിരുന്നാൽ മതി. ഇതുണ്ടല്ലോ എയർപോർട്ടിൽ നിന്ന് തൊട്ടടുത്താണ്. എയർപോർട്ടിൻ്റെ ഭയങ്കര അടുത്ത്. എന്നിട്ട് ആ ഊബറുകാരുണ്ടല്ലോ 360 രൂപേൻ്റെ മേടിച്ച്. ഊബറുകാരനെ പറഞ്ഞിട്ട് കാര്യം. ഊബർ കമ്പനി അതെന്താണ് അതിൻ്റെ ഗുട്ടൻസ് എന്ന് എനിക്ക് മനസ്സിലാവണേ ഇല്ല കേട്ടോ. 360 രൂപ എന്തിനാ? ആകെ 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ ഉള്ളൂ ഇങ്ങോട്ട്. ഞാൻ പലതവണ ക്യാൻസൽ ചെയ്ത് നോക്കിയിട്ട് 360 രൂപ തന്നെ. ഇനിയിപ്പോൾ ഈ ഹോട്ടലിൻ്റെ ആണോ? ഹോട്ടൽ ഞാൻ പ്രതീക്ഷിച്ചത്ര പോരാട്ടോ. ഇനീഷ്യൽ സർവീസ് തന്നെ പോരാ. ഒരാളെ പോലും അവരെൻ്റെ കൂടെ വിട്ടില്ല ഈ സാധനം ഉരുട്ടിക്കൊണ്ടുവരാനായിട്ട്. എൻ്റെ ഈ കൈ ഓൾറെഡി എനിക്ക് വേദനയായിരുന്നു. ഇതിപ്പോൾ ഇന്ന് എപ്പോഴും ഒന്നുകൂടി കൂടി. അവിടെ മുതലേ ഞാൻ ഉന്തി കൊണ്ടുവന്നിട്ട്. ഓക്കെ, അപ്പം ഞാൻ എന്നാൽ പിന്നെ ഒന്ന് സെറ്റാവട്ടെ. ഞാൻ ഉണ്ടല്ലോ ഇവിടെ അടുത്ത് വല്ല മാളുണ്ടെങ്കിൽ നാളത്തേക്കുള്ള ഡ്രസ്സ് ഒരെണ്ണം എടുക്കാൻ പോയാലോ എന്ന് ഓർക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ഡ്രസ്സ് ഉണ്ട്, പക്ഷേ പഴയ ഡ്രസ്സാണ്. നിങ്ങൾക്ക് എത്ര ഉണ്ട് അത് ഇഷ്ടമല്ല. പക്ഷെ അതൊരു നൈറ്റ് ഇവൻറ്റിനൊക്കെ പറ്റും. ബ്ലാക്ക്, എനിക്ക് ബ്ലാക്ക് വേണ്ട. നോക്കട്ടെ, വിശക്കണ ഗൈസ്. അപ്പം ഞാനൊരു തീരുമാനം എടുത്തു, റൂമിൽ വെച്ചിട്ട് തന്നെ കഴിക്കാം. ഇതിനകത്തോട്ട് ഞാൻ ഇതിട്ടേനെ. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വയ്ക്കാൻ പറ്റുമെന്ന്. ഇതിനകത്ത് കുഴിയാണ്. ഫോണിപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഇട്ടിരുന്നേനെ.
നമുക്ക് ഫോം വിളിച്ചിട്ട് ഓർഡർ ചെയ്യാം. നമുക്ക് ഫോം വിളിച്ച് ഓർഡർ ചെയ്യാം. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു, എന്തുവാ പറയണ്ടേ? ഓക്കെ, നമുക്ക് വിളിച്ചിട്ട് ഐ വുഡ് ലൈക്ക് ടു ഓർഡർ 1 തന്തൂരി ചിക്കൻ ആൻഡ് 2 റൊട്ടി. ഈ റൊട്ടി എന്ന് പറയുമ്പോൾ ഈ 2 കഷ്ണമായിട്ട് വരുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഞാൻ അത്രയും കഴിക്കത്തില്ല. 1 റൊട്ടി വേണ്ടെങ്കിൽ താഴത്ത് പോയി പോവാം, മേടിക്കാം. 2 റൊട്ടി തന്നെ ഇരിക്കട്ടെ, 2 റൊട്ടി തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇറ്റ്സ് ഫ്രം 417. ഐ വുഡ് ലൈക്ക് ടു ഓർഡർ 1 തന്തൂരി ചിക്കൻ ആൻഡ് 2 റൊട്ടി. എങ്ങനെ പറഞ്ഞു ഒപ്പിച്ച്. അയ്യോ, നമുക്കപ്പോൾ നമ്മുടെ എന്താ ബാഗിൻ്റെ ലോക്ക് അഴിക്കട്ടെ. 7. ഓക്കെ, വലിക്കണം. പഠിച്ചു. ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു ഈ ഡ്രസ്സ് എവിടെ നിന്നാണെന്ന്. ഇത് നമ്മുടെ ഓൺ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. എൻ്റെ ട്രൈപോഡ് എടുക്കട്ടെ, ആയുധം. പിന്നെ വീട്ടിലിടാനുള്ള ഡ്രസ്സും എടുത്ത് വെച്ചേക്കാം. നമുക്ക് കേർട്ടൻ അടച്ചിട്ട് ഫുഡ് കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറക്കാം. ഇപ്പോൾ കർട്ടൻ അടയ്ക്കണം. അവിടെ നോക്കുന്നവർക്കൊക്കെ എന്നെ കാണാൻ പറ്റുമായിരിക്കും, അതുകൊണ്ട് നമുക്ക് കർട്ടൻ അടച്ചിടാം. ശരി, അത് ഭയങ്കര കട്ടിയുള്ള കട്ടൻ മാത്രമേ ഉള്ളൂ. ചെറിയ കട്ടൻ ഇട്ടുകൂടെ ഇതിനകത്ത്? നമുക്കപ്പോൾ ഇനി ഡ്രസ്സൊക്കെ മാറാം. ഞാൻ വെളിയിൽ പോകണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇവിടെ നിന്ന് മാളിലോട്ടൊക്കെ ഒത്തിരി ദൂരമുണ്ട്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ട്രയൽ, അതുകൊണ്ട് ഫസ്റ്റ് നമുക്കിങ്ങനെ ജസ്റ്റ് വന്ന് ഹോട്ടലിലൊക്കെ നിന്നിട്ട് ഒന്ന് പരിചയമാകാം. അതിനുശേഷം നമുക്ക് മാളിലൊക്കെ ഒറ്റയ്ക്ക് പോവാം. ഓക്കെ, സ്ലോ ആയിട്ട് ചെയ്യാം. ഇത്രയും വെട്ടമുള്ള ഇവിടെ രാത്രി ഞാൻ എന്ത് ചെയ്യും? മറ്റേ റൂമിനകത്ത് ചെറിയൊരു വെട്ടുണ്ടായിരുന്നു. ആ പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഹോട്ടലിൽ തന്നെ ബുക്ക് ചെയ്തത്. ഇതിപ്പോൾ ഒരു ലൈറ്റ് ഓഫ് ചെയ്താൽ എല്ലാ ലൈറ്റ് ഓഫ് ആകും. ഇത്രയും പോലെ വെട്ടത്തിൽ കിടന്ന് ഉറങ്ങേണ്ടി വരുമോ? ഈ ഒരു കുഞ്ഞ് ലൈറ്റ് അവിടെയാണ്. ആ ലൈറ്റ് ആണെങ്കിൽ അപ്പോഴത്തിന് പോലെ മിന്നിന്ന് കിടന്നു. ഞാൻ എന്ത് ചെയ്യും? ഇത്രയും വെട്ടത്തിൽ കിടന്ന് ഉറങ്ങേണ്ടി വരുമെന്നാ തോന്നുന്നത്. അപ്പോൾ ഇത്രയും സാധനം കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. ഇത് കോംപ്ലിമെൻ്ററി ആയിട്ട് പപ്പടം. ഇവിടെ പപ്പടമൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് തരുന്നത്. റൊട്ടി, ടിക്ക, പിന്നെ ഒരു ജിഞ്ചർ ടീ. പക്ഷേ ടിക്കയ്ക്ക് പകരം ഗ്രേവി മതിയായിരുന്നു അവർ പറഞ്ഞ പോലെ. ഇറ്റ്സ് ടു ഡ്രൈ. ഹലോ, എനിക്ക് പോലും കഴിയാതെ കിടന്നത്. ഞാനിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഉറങ്ങത്തില്ല, അതുകൊണ്ട് ഞാൻ ഉറങ്ങാതെ മാക്സിമം നിൽക്കുക. നമുക്ക് പോയിട്ടൊരു ഹോട്ട് ബാത്ത് എടുക്കാം, അപ്പോൾ എല്ലാം സെറ്റാവുമായിരിക്കും. എന്നിട്ട് പിന്നെ നമുക്ക് നാളെ ഇടാനുള്ള എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യണം. അയൺ ചെയ്യാനുള്ള സംഗതി ഇവിടെ ഉണ്ട്, അത് ഭാഗ്യമായി. അയൺ ചെയ്യണം. ഞാൻ ഈ ഡ്രസ്സ് മാറിയില്ല, ഡ്രസ്സ് മാറണം. നല്ല ലൈറ്റില്ലേ, വീഡിയോ ഷൂട്ട് ചെയ്യാൻ തോന്നണ പോലത്തെ ലൈറ്റ്. ഉണ്ണിയാർച്ചയിലെ പോലെയല്ല എൻ്റെ മുടി. തല കഴുകണം, അതാണ് മെയിൻ ഇമ്പോർട്ടൻസ് കാര്യം. തല നല്ലോണം കഴുകണം, മുടിയൊന്ന് കേൾ ചെയ്യണം. ഇന്ന് തന്നെ കേൾ ചെയ്ത് സെറ്റാക്കി വെക്കാം. അപ്പം നാളത്തേക്ക് ഹെയറിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം.
അപ്പം നമുക്ക് ചായ ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ഇത് കണ്ടോ, ഇത് ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ പാല്, ലിക്വിഡ് ആയിട്ടുള്ള പാല് കേട്ടോ. ഇത് പക്ഷെ എങ്ങനെയാണ് ഉണ്ടാക്കണ്ടേന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ലിക്വിഡ് ആയിട്ടുള്ള പാല് കാണണേ. സാധാരണ നമ്മൾ പൗഡർ അല്ലേ കാണാം, ഇത് ലിക്വിഡ് ആയിട്ടുള്ള പാല്. ഇനി ലെറ്റ്സ് മേക്ക് ദിസ്. അതിനകത്ത് ഇൻസ്ട്രക്ഷൻ പോലും കൊടുത്തിട്ടില്ല അതെങ്ങനെയാന്ന്. എന്തായാലും ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, അത് ഞാൻ നോക്കിയായിരുന്നു. എന്താണ് തുറക്കുക? ഓ ഇങ്ങനെ. എടാ പാലിടാതെ പാല് ഇല്ല, പാല് തിളപ്പിക്കണ്ടല്ലോ. ഇത് തിളപ്പിക്കാതെ ഇടുന്നതല്ലേ? ഓ എനിക്കറിയാൻ വയ്യ. നമുക്കിതിനകത്തോട്ടൊരു കുറച്ച് വെള്ളം, ഇത്ര വെള്ളം എടുക്കണുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര അല്ലേ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കൊള്ളത്തില്ല, ഭയങ്കര ലൂസായിരിക്കും. ആയതുകൊണ്ട് ഇത് മതി. ഇത് ചൂടാക്കാം. മിനിമം അത്രയെങ്കിലും വെള്ളം വേണം. ഓക്കെ, വെള്ളം സെറ്റ് ആവട്ടെ. എല്ലാ സാധനങ്ങളും കാണുന്നിടത്ത് വെക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഇതൊന്നും എടുക്കാണ്ട് പോക്കളയും. ഓക്കെ, അപ്പം നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട്. ചായയല്ല, വെള്ളം തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച വെള്ളം നമുക്ക് കപ്പിലോട്ട് ഒഴിച്ച് കൊടുക്കാം. കാൽ കപ്പേ ഒഴിക്കണുള്ളൂ. എന്നിട്ട് ഞാൻ ഈ ഒരു ടെഡ്ലിയുടെ ജിഞ്ചർ ടീ, ജിഞ്ചർ ടീയുടെ പാക്കറ്റ് നമുക്ക് ഇതിനകത്തിട്ട് കുറച്ച് നേരം വെക്കാവേ. ഇതിൻ്റെ കൂടെ തന്നെയാണോ ഈ പാൽ ഒഴിക്കേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ നല്ല അതിൻ്റെ കൂടെ അങ്ങ് ഒഴിക്കുക. എനിക്ക് നല്ല കടുപ്പത്തിലാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് നേരം ഇരുന്ന് അങ്ങ് കടുപ്പാവട്ടെ. ഇതിനകത്തോട്ട് ഡയറക്റ്റായിട്ടാണോ ഈ പാൽ ഒഴിക്കേണ്ടതെന്ന് എനിക്ക് അറിയാൻ വയ്യ. നമുക്ക് ഒഴിച്ച് നോക്കാം അല്ലേ. പാലിൻ്റേതായിട്ടുള്ള ഒരു മണവും ഇല്ല. ഇച്ചിരി മണമുണ്ട്, പാൽപ്പൊടിയൊക്കെ ഇറക്കി വെച്ചേക്കണ പോലെ ഉണ്ട്. ഈ പാൽ വിട്ട് തിളപ്പിക്കണമായിരുന്നോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് ഒഴിച്ച് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഇത് കടുപ്പില്ലാത്ത ചായ പോലെയായി. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെന്ന്, ഇത് അടച്ചു വയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ. സോ നമ്മുടെ ചായ റെഡി. ഇതാണ് എൻ്റെ ചായ, ജിഞ്ചർ ടീ. കാണാനുള്ള ചന്തയുള്ളൂ, ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. നമുക്കല്ലാതൊരു ചായ ഓർഡർ ചെയ്യാം. ഓൾറെഡി എൻ്റെ മുടി പകുതി ഉണങ്ങിക്കഴിഞ്ഞാൽ കുറേ നേരം കുത്തിയിട്ടിരുന്നോണ്ടായി. കുറേ നേരം ഞാൻ മുടി ഇങ്ങനെ ചുറ്റിക്കെട്ടി വെച്ചുകൊണ്ട് ഓൾറെഡി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്യണ്ട, ബ്ലോ ബ്രഷ് ചെയ്യാം. മനസ്സിലായില്ലേ അവസാനം? ഇത്രയും ചെയ്തിട്ടൊന്നും ആയില്ലല്ലോ ഈശ്വരാ. ചെറുതായിട്ടൊരു കാഴ്ച വന്നല്ലേ, ആയത് മതി.
എൻ്റെ കൂടെ പൊങ്ങി വരാതിരുന്നത് ഈ സൈഡാണ് എൻ്റെ പൊങ്ങി വരുന്ന ഏറ്റവും വലിയ ഏരിയ. നാളെ നമുക്ക് കുട്ടൂസ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. ഇന്നപ്പോൾ നമുക്ക് മുടി പിന്നിട്ട് കിടക്കാം, അതാകുമ്പോൾ ഈ കേൾസ് പോവാതിരിക്കും. കേൾസ് ഓൾറെഡി പോയി, എന്നാലും കുറച്ചുകൂടി ബേബി കൈൻഡ് ഓഫ് കേൾസ് ചിലപ്പോൾ വരുമായിരിക്കും. ഈ കാണുന്ന അയൺ ബോക്സ് ഉണ്ടല്ലോ, ഈ സാധനത്തിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എനിക്കിവിടെ മുമ്പുണ്ടായിരുന്ന ആരെങ്കിലും ഇത് അടിച്ചുകൊണ്ട് പോയി കാണുമായിരിക്കും. ഇതാണ് നമ്മുടെ നാളത്തെ ഔട്ട്ഫിറ്റ്. പക്ഷെ എനിക്കിത് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞാൻ ഇഷ്ടപ്പെടാതെ വേറൊരു പരിപാടിക്കും ഇടാതെ വെച്ചിരുന്നതാണ്. പക്ഷെ ഇന്ന് ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അത്ര കണ്ട് പർച്ചേസ് ചെയ്തില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ചുടുക്ക് മാറ്റാൻ നോക്കിയിട്ട് എന്തോരം വിചാരിച്ചിട്ട് മാറുന്നില്ല. ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ. അപ്പം ഞാൻ ഡിന്നർ കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു. ഇനി റെഡി ആവണം. ഉച്ചയ്ക്കാകുമ്പോൾ പോയാൽ മതി. ഞാൻ ഇപ്പോൾ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ എല്ലാവരും 4 വാർഡ് നോക്കിയിരുന്നു ഇങ്ങനെ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ആ ഫ്രണ്ടിലും സൈഡിലും ബാക്കിലൊക്കെ മലയാളികളാണ് സംസാരം. ഞാൻ അപ്പോൾ അങ്ങനെ ആയിരുന്നു, അങ്ങനെ വർത്താനം. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കൂടുതലായിപ്പോയി ഫുഡ് എടുത്ത്. ഞാൻ ഫ്രൂട്ട്സ് നല്ലോണം എടുത്തു. എന്താണ് ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ എനിക്ക് വയറിന് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ ഇന്നുണ്ടല്ലോ, ഞാൻ പോണ മുമ്പ് ലിപ്സിൽ ഒരു ലിപ് ടിൻ്റ് ഇട്ട്. പക്ഷേ എനിക്ക് രസമുണ്ടല്ലേ, ഭയങ്കര നാച്ചുറൽ ആയിട്ടില്ലേ ലിപ് ടിൻ്റ്. ഇന്ന് പല്ലിൻ്റെ ഇടയിൽ എന്താണോ എൻ്റെ ഈ താഴത്തെ പല്ലിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട്, എന്താണോ? ഓക്കെ, അപ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിക്കട്ടെ. രാവിലെ അന്നക്കുട്ടിയെ വിളിച്ച് എണീപ്പിച്ച് ഞാൻ വിളിച്ച് ഫുഡ് കഴിച്ച വിശേഷങ്ങളൊക്കെ പറയട്ടെ. ബൈ. നമ്മൾ ഇന്നലെ ഹെയർ ചെയ്ത് നോക്കുക, ഫുള്ള് പോയി. ഞാൻ മുടി ആ പിന്നെ ഇട്ടതിൻ്റെ വേർബ്സ് ഉണ്ട് എന്നല്ലാണ്ട് ബാക്കി എല്ലാം പോയി. എൻ്റെ നോർമൽ ഹെയർ കിടക്കുന്ന പോലെ ആയിട്ടുണ്ട്. ഇപ്പം ഒന്നുകൂടി സ്ട്രെയിറ്റ് ആക്കണം. അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് എൻ്റെ മേക്കപ്പ് ആൻഡ് ഔട്ട്ഫിറ്റ്. കാര്യങ്ങളൊക്കെ ഞാൻ വിങ് ലൈൻസും ഗ്ലോസി ലിപ്സൊക്കെ ഇട്ടപ്പോഴാണ് സീൻ. 6 മണിക്കാണ് പരിപാടി. ഞാൻ 2:30 റെഡിയായി. എന്തിനിരിക്കണം എൻ്റെ ദൈവമേ. ഞാൻ ഇത്ര മണ്ടിയാണ്. ഞാൻ ഫുഡ് പോലും കഴിക്കാണ്ട് റെഡി ആവാൻ വന്നേക്കുക. ഫുഡ് കഴിക്കണ കാര്യമേ മറന്നുപോയി. പക്ഷെ എനിക്ക് എൻ്റെ മേക്കപ്പ് ടേൺ ഔട്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് 6 മണി ആവുമ്പോഴേക്കൊക്കെ പോകത്തില്ലേ. 2, 3, 4, 5, 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതൊക്കെ പോകും. ഇപ്പം എന്ത് ചെയ്യും ഗൈസ്, സാരില്ല. നമുക്ക് Q&A എന്തെങ്കിലും അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം. എന്തിലും ഇത്ര കഷ്ടപ്പെട്ടാൽ റെഡി ആയതല്ലേ, ഫുഡ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാല്ലേ. മഴ പെയ്യണോ ഇവിടെ? ഇറ്റ്സ് റെയിനിങ്. ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ കളയണം. നല്ല ലിപ്സ്റ്റിക് ആയിരുന്നു. ഇനി ഇതേ ഷെയ്ഡ് തന്നെ കിട്ടുമോന്നാവോ? നമ്മൾ റെഡിയായി കഴിഞ്ഞു. എത്രാമത്തെ 2ാമത്തെ തവണ റെഡി ആവണം. മുടി ഉണ്ടല്ലോ, മുടി ഞാൻ അഴിച്ചിടാമെന്ന് വെച്ചു. ഇങ്ങനെ കെട്ടി വെക്കണം, അതിനുള്ള ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോൾ എൻ്റെ മുഖം ഉണ്ടല്ലോ ഇവിടെ എനിക്ക് ഭയങ്കര ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ പോലെ തോന്നുന്നു. ഈ ഒരു കണ്ട് ചെറുതായിക്കണേ. ഉറങ്ങി. ഞാൻ ഉറങ്ങിയോണ്ടൊരു ഒന്നും കൂടി ഞാൻ പഫിയായി. അപ്പം ഞാൻ മുടി അഴിച്ചിടാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ, അവിടെ ചെന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹോട്ടലിൻ്റെ റൂമും കൊണ്ട് പോകാം. ശരി, റൂമിൻ്റെ ചാവിയും കൊണ്ട് പോകാം. എൻ്റെ ചെരുപ്പാണെങ്കിൽ ഇട്ടിട്ട് കാല് വേദന എടുത്തിട്ട് വയ്യ എനിക്ക്. ഇത്രയും കാലുവേദന ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല.
ഓൾറെഡി എൻ്റെ കാലിന് എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. പക്ഷേ നോ ചോയ്സ്, എനിക്ക് ചെരുപ്പിടാന്നല്ലാണ്ട് വേറെ മാർഗമില്ല. ഈശ്വര, 5 പൈസ എടുക്കാണ്ടാണ് ഞാൻ ഇറങ്ങണേ. കുറച്ച് ക്യാഷ് എടുത്തേക്കാം, കേസ് ക്യാഷ് വേണ്ടി വരുമോ? ഇല്ലായിരിക്കും, എടുക്കണം. വേണ്ട, ഒന്നാതെ കുഞ്ഞ് ബാഗ് ഏതെങ്കിലും അങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് മതി. ഓക്കെ, ഞാനപ്പോൾ എൻ്റെ ക്യാബിൽ കയറിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ തന്നെ ആ ഫുള്ള് റെഡി ആയതിന് ശേഷം ഇത് താഴത്തുള്ള ലോബിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഊബർ വരാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുകയാണത്. എനിക്കെൻ്റെ ഐ മേക്കപ്പിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ ആ ഒരു ലോബി ഏരിയ ആണ് കേട്ടോ. കാണാനൊക്കെ നല്ല രസമുള്ള ഒരു ഏരിയ. വെളിയിൽ നിന്ന് അത്ര രസമില്ല, പക്ഷെ അകത്ത് നല്ലതായിരുന്നു. പിന്നെ ഇതേ എൻ്റെ ഊബർ വന്നപ്പോൾ ഞാൻ ഹെയർ സ്റ്റൈൽ എങ്ങനെ ഇടണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഇന്നലെ എയർപോർട്ടിൽ വെച്ച് മിസ്സായിട്ട് ഇപ്പോഴും അവിടെ ആള് സാരി ഇതേ ഔട്ട്ഫിറ്റോടുകൂടി ഇത് മാത്രം ഊരി ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. ഇനി നമ്മൾ പോയിട്ട് എന്തോ ബാൻഡ് മേടിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ബാൻഡൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അകത്തോട്ട് എൻ്റർ ചെയ്തു കേട്ടോ. ആ ഒരു പരിപാടി നടക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ ഇങ്ങനെ ക്രിയേറ്റേഴ്സിന് ഇരിക്കാനായിട്ടൊരു സെപ്പറേറ്റ് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ഈ കാണാൻ വരുന്ന ഫാൻസിന് വേണ്ടിയിട്ട് വേറെ സ്ഥലം. ഫുൾ ഇങ്ങനെ ഒരു വൈബായിരുന്നു കേട്ടോ. നല്ല ബഹളവും പാട്ടും അങ്ങനെ ഭയങ്കര ബഹളമായിട്ട് നിൽക്കായിരുന്നു. പിന്നെ നമ്മൾ കുറേ ക്രിയേറ്റേഴ്സിനെ കണ്ട് നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കുറേ പേര് ആദ്യമായിട്ട് കാണാൻ പറ്റി. അപ്പോൾ മീറ്റ് ചെയ്ത് സംസാരിക്കാനൊക്കെ പറ്റി. പിന്നെ അതിനുശേഷം നമുക്കിവിടെ ഫുഡ് ഉണ്ടായിരുന്നു, കുറേ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഫുഡെല്ലാം കഴിച്ചു. പിന്നെ അവിടെ കുറേ ഇങ്ങനെ നമുക്കിങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന പോലത്തെ ഫോട്ടോ ബൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോ ബൂത്തിൻ്റെ അവിടെയൊക്കെ പോയി നിന്ന് കുറച്ചിങ്ങനെയൊക്കെ എടുത്ത് നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. ഫുള്ള് ബഹളവും ഇങ്ങനെ ഫുൾ ഒരു പാർട്ടി വൈബ്. അങ്ങനെ പാർട്ടി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആയിരിക്കും. രസമുണ്ടായിരുന്നു. ഭയങ്കര ഡാൻസ് ആയിരുന്നു. ഇവരുടെ ഡാൻസ് ഇവരുടെ ചാനലിൽ കാണാം. സൂപ്പർ ഡാൻസുകളായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഊബർ ബുക്ക് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. ഞാൻ തിരിച്ച് ഹോട്ടലിലോട്ട് പോവാം. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുറച്ച് പേരെ കണ്ടു. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ മാനേജ് ചെയ്യുന്ന ആളെ കണ്ടു, സംസാരിച്ചു. നമുക്ക് നെക്സ്റ്റ് വീക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്. അതിന് ഞാൻ സോ എക്സൈറ്റഡ്. ഞാനത് വ്ളോഗ് ചെയ്യാട്ടോ. ഇനി വീട്ടിൽ ചെല്ലാം, കുളിക്കാം, ഒരു ചൂട് വെള്ളത്തിൽ ഹോട്ട് ബാത്ത് എടുക്കാം, എന്നിട്ട് കിടന്നുറങ്ങാം. കാല് നല്ല വേദന എടുക്കണം. ഇങ്ങനെ ഹീൽസ് ഇട്ടിട്ടേ ഭയങ്കരമായിട്ട് കാല് വേദനിക്കുക. എന്തോരം ആളുകളാണ് വന്നിരിക്കണേ. നമ്മുടെ നാട്ടിലെ പോലെ അല്ലാട്ടോ ഇവിടെ. എവിടെ ഇങ്ങനെ യൂട്യൂബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എത്ര പേരത് കാണാൻ വന്നിരിക്കണേ. ഞാൻ അങ്ങനെ നമുക്ക് VIP പാസ് ആയിരുന്നു ക്രിയേറ്റേഴ്സിനുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ എൻ്റെ വെളിയിൽ ഇങ്ങനെ നിന്നപ്പോൾ ഒരു കുട്ടീനെ ഓടി വന്നിട്ട് അതിന് ഏതോ ഒരു ക്രിയേറ്ററിൻ്റെ പേര് പറഞ്ഞു. എനിക്കാണ് ഇവിടെയുള്ള ക്രിയേറ്റേഴ്സിനൊക്കെ പരിചയം തന്നെ കുറവാണ്. കണ്ടറിയായിരിക്കും, പേരൊന്നും കേട്ടാൽ അറിയില്ല. അങ്ങനെ പേര് പറഞ്ഞിട്ട് അവർക്ക് ജസ്റ്റ് ഒന്ന് പോയാൽ മതി, ഒന്ന് കണ്ടാൽ മതി, ഒന്ന് ഇത് പാസ് ജസ്റ്റ് ഒന്ന് തരുമോ, എന്നിട്ട് കയറിയിട്ട് തിരിച്ചിറങ്ങി തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അവർക്കത് കാണാൻ വേണ്ടി മാത്രം എന്തോ ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നിൽക്കണേന്ന്. അപ്പോൾ ഞാൻ റൂമിലെത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെയുള്ളത് പറയാം. നെക്സ്റ്റ് ഇനി എന്ത് വീഡിയോ കാണാൻ താല്പര്യം കൂടി പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.